സ്വന്തം മകൾ ഈ പറയുന്ന രൂപത്തിൽ ആണ് എന്നുണ്ടെങ്കിൽ, അതായത് വ്യഭിചാരത്തിലൂടെ ശത്രുപക്ഷത്തുള്ള ഗോത്രം കൊള്ളയടിക്കുന്ന സമയത്ത് പെങ്ങള് ശത്രുവാണെന്ന് വിചാരിക്കാം. നോട്ട് ദ പോയിന്റ്. നിങ്ങളുടെ സ്വന്തം പെങ്ങൾ ശത്രു ഗോത്രത്തിലാണ്. അവിടെ നിങ്ങൾ ഗോത്രം കൊള്ളയടിച്ചു, നിങ്ങൾ അവിടെയുള്ള ആളുകളെ അടിമകളാക്കി പിടിക്കുന്ന കൂട്ടത്തിൽ ഈ പെങ്ങളും പെട്ടെന്ന് വിചാരിക്കാം. ഈ പെങ്ങൾ പിന്നെ നിങ്ങളുടെ പെങ്ങളല്ല. ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും? ഇല്ല. അപ്പൊ ഇതും ഇസ്ലാമിൽ പഠിപ്പിക്കുന്ന കാര്യമാണ്. ഇനി വേറൊരെണ്ണം, നിങ്ങൾക്ക് ഇതൊക്കെ നമ്മൾ പറയുമ്പോ ഇവർ പറയും സ്വർഗത്തിൽ ചെന്ന് കഴിയുമ്പോൾ എന്ത് എന്നുള്ളത്. ഇതിപ്പോ അതെല്ലാം നാട്ടിൽ നടക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ആദം ഇവിടെ നാട്ടിൽ തന്നെയാണ്. ഇപ്പൊ വ്യഭിചാരത്തിൽ പറഞ്ഞ കുട്ടിയുടെ കഥ അതും നാട്ടിൽ തന്നെയാണ്. ഒക്കെ നാട്ടിലാണ്. ഇത് സ്വർഗത്തിൽ പോയാലും ഉണ്ട്. സ്വർഗത്തിൽ പോയാൽ എങ്ങനെയാണ്? സ്വർഗത്തിൽ പോയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം സഹോദരിയെ ഇവിടെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ സ്വർഗത്തിൽ പോയാൽ നിങ്ങൾക്ക് കല്യാണം കഴിക്കാം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അത് ഉസ്താദ്മാർ ഇന്നും മദ്രസകളിൽ പഠിപ്പിക്കുന്നുണ്ട്. അതിന്റെ വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോ നമ്മളിത് പറയുമ്പോൾ ആളുകൾ പറയുന്നു അതെന്തുകൊണ്ടാണ് അങ്ങനെ? കാരണം സ്വർഗത്തിൽ നിയമങ്ങളില്ല, നിയമങ്ങളൊക്കെ ഭൂമിയിലേ ഉള്ളൂ എന്നാണ് ഇവർ അതിന് വാദിക്കുക. അപ്പോഴും പ്രശ്നമുണ്ട്. കാരണം സ്വർഗത്തിൽ പോയിക്കാൻ കഴിയില്ല, അതിൽ നിയമമുണ്ട്. സ്വർഗത്തിൽ ഉമ്മ, ഉമ്മുമ്മ അങ്ങനെയുള്ള ആളുകളെ ഒഴിച്ച് പെങ്ങൾ, അമ്മായി അവരൊക്കെ അനുവാദമുള്ളൂ. ബാക്കിയുള്ളതൊക്കെ സ്വർഗത്തിലും നിങ്ങൾക്ക് നിഷിദ്ധമാണെന്നാണ് ഇസ്ലാം പറയുന്നത്. അപ്പൊ ഇവിടെ ഇൻസെസ്റ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ കഥ. പകരമുള്ളത് ഇതേപോലുള്ള ചില ബന്ധങ്ങളെ ഒരു വലിയ രൂപത്തിൽ ഒരു പവിത്രവൽക്കരിച്ചുകൊണ്ട് ചെയ്യുന്നു. അതിൽ പെട്ടിട്ടുള്ള ചില അബദ്ധങ്ങളും ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ മുലകുടി ബന്ധം അതിൽ വരുന്നതാണ്. മുലകുടി ബന്ധത്തിലൂടെ രണ്ടുപേര് സഹോദരങ്ങളായി എന്ന് വന്നാൽ അത് നിങ്ങൾ കല്യാണം കഴിക്കാനേ പാടില്ല എന്നുള്ള രീതിയിലേക്ക് ഇസ്ലാം പറഞ്ഞു വെക്കുന്നു. സത്യത്തിൽ അതിനെന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. അവർ തമ്മിൽ അങ്ങനെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റോ അങ്ങനെ കല്യാണം കഴിക്കാൻ അവർക്ക് തമ്മിൽ തോന്നാത്തൊരു അവസ്ഥ ഉണ്ടാകാത്ത കാലത്തോളം അവർ കല്യാണം കഴിച്ചു എന്ന് വിചാരിച്ചിട്ട് മെഡിക്കലി ഒരു കുഴപ്പമുണ്ടാവുന്നില്ല. പക്ഷെ ഈ ലിസ്റ്റിൽ പറഞ്ഞു വന്നതിന്റെ പേരിൽ അതിലിത് സമ്മതിക്കാതിരിക്കുകയും ബ്രസ്റ്റ് മിൽക്ക് ബാങ്ക് എന്ന് പറയുന്ന ആധുനിക ലോകം മുന്നോട്ട് വെക്കുന്ന ഒരു സംഗതി, മുല കുടിക്കാനുള്ള കഴിവോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് തന്നെ അത് സ്റ്റോർ ചെയ്ത് വെച്ച് അവരുടെ സ്വന്തം കുട്ടികൾക്ക് കൊടുക്കാനാണ് ഈ പോലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആധുനിക സംവിധാനമാണ് ബ്രസ്റ്റ് മിൽക്ക് ബാങ്കിങ് എന്ന് പറയുന്നത്. അതിനെതിരെ ബംഗ്ലാദേശിലും ഇതുപോലുള്ള പല ഇസ്ലാമിക സമൂഹങ്ങളിലും അക്രമമാണ്. ബ്രസ്റ്റ് മിൽക്ക് ബാങ്ക് ഒക്കെ കയറി അടിച്ചു പൊളിക്കും. അതിനവർ പറയുന്നത് കാരണം എന്താണ്? ഇസ്ലാമിൽ ഇത് ഹറാമാണെന്നാണ് പറയുന്നത്. അപ്പൊ അവരുടെ പ്രശ്നം ഇതാണ്. എന്നാൽ ഇതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്കിയാൽ മെഡിക്കലി ഒരു കുഴപ്പമില്ല. ഇസ്ലാമിൽ പറഞ്ഞു എന്നതിന്റെ പേരിൽ മാത്രമാണ് ഇവരത് അടിച്ചു പൊളിക്കുന്നത്. ഇതേ ആളുകൾ കസിൻ മാരേജ് ചെയ്യുന്നു. ലോകത്ത് നടക്കുന്ന ഈ കൺസാങ്കിനിയസ് മാരേജ്, ബ്ലഡ് റിലേഷൻസ് തമ്മിലുള്ള മാരേജ് നമ്മൾ എടുത്ത് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഇസ്ലാമിക സമൂഹത്തിലാണ്. അവിടെ 50% ഇതുപോലുള്ള കാര്യം നടക്കുന്നത് പാകിസ്ഥാനി മാത്രമാണ്. പാകിസ്ഥാനിലെ ഈ ഡേറ്റിംഗ് ആപ്പിന്റെ ഒക്കെ അല്ലെങ്കിൽ ഇതുപോലെ ഈ മാട്രിമോണിയൽ ആപ്പിന്റെ ഒക്കെ പരസ്യം തന്നെ എന്താണെന്ന് പറയും. അതായത് മ്യൂസ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. അതിന്റെ പരസ്യം വലിയ വിവാദമായി. അതിൽ അവർ കൊടുത്തത് കസിൻസ് കോ ചോടോ കോയി ഓർ ഡുണ്ടോ എന്നാണ് എഴുതിയത്. നിങ്ങളുടെ സ്വന്തം കസിൻസിനെ ഒന്ന് വെറുതെ വിടും, നിങ്ങൾ വേറെ ആരെങ്കിലും പോയി കല്യാണം കഴിക്കുക എന്ന് പരസ്യത്തിൽ കൊടുക്കുന്ന ഗതികേടുണ്ടായി. അത് അവിടെ വലിയ വിവാദമായി. കാരണം ഇസ്ലാമിൽ അത് അനുവദിക്കപ്പെട്ടതാണെന്നാണ് അവരതിനുള്ള വാദം. ഇന്ന് ലോകത്ത് കല്യാണം കഴിക്കുന്ന വേളയിൽ സ്ക്രീനിങ് നടത്തി കല്യാണം കഴിച്ച പ്രശ്നമാകും, നിങ്ങൾ ഈ കല്യാണത്തിനുമായി മുന്നോട്ട് പോകരുത് എന്ന് പറഞ്ഞ് കൗൺസിൽ ചെയ്തുകൊണ്ട് ആളുകളെ പിന്തിരിപ്പിക്കുന്ന ഒരു ഗതികേടുണ്ടെങ്കിൽ അതും ഇസ്ലാമിക ലോകത്താണ്. അറബ് രാഷ്ട്രങ്ങളിൽ നടക്കുന്ന കാര്യമാണ്. അതിനുവേണ്ടി പണം ചെലവഴിക്കേണ്ടി വരുന്ന കാര്യമാണ്. അതിന്റെ കാരണം എന്താണ്? കസിൻ മാരേജ് ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ടു. പക്ഷെ ആധുനിക സമൂഹം, ആധുനിക ലോകം പറയുന്നു അത് അപകടമാണ്, ജനിതക വൈകല്യങ്ങൾ ഉണ്ടാക്കും എന്ന് പറയുമ്പോൾ ഈ പ്രശ്നം അവർക്ക് കാണാൻ കഴിയുന്നില്ല. കാരണം എന്താണ്? ഇസ്ലാമിൽ അതുണ്ടല്ലോ. ഞാൻ തന്നെ ഇത് പറഞ്ഞില്ല. എന്റെ അളിയൻ ഇതേപോലെ ഒരു ബന്ധമായിട്ട് വന്നപ്പോ എന്നോട് ആദ്യം ചോദിക്കുന്ന സമയത്ത് ഞാൻ വിശ്വാസിയാണ്. അപ്പൊ എന്നോട് ചോദിച്ചു, ഇന്ന പോലെ ഒരാളെ ഞാൻ ഇങ്ങനെ സ്നേഹിക്കുന്നുണ്ട്, കല്യാണം കഴിക്കാൻ പറ്റുമോ അളിയ എന്ന് ചോദിച്ചു. അതിനെന്താ അളിയ എന്ന് ചോദിച്ചു. ഒറ്റ മിനിറ്റ് നമ്മൾ ഖുർആൻ എടുക്കുന്നു, മറിക്കുന്നു, ഇതിലെ ലിസ്റ്റ് നോക്കുന്നു, അതിൽ ഏതൊക്കെ ഉണ്ടെന്ന് നോക്കിയപ്പോ ഇത് അതിൽ പറഞ്ഞിട്ടുണ്ട്. ധൈര്യമായിട്ട് പോയി കല്യാണം കഴിച്ചെന്ന് പറഞ്ഞു. ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ മതം പെട്ടത് അളിയ നെല്ല്